ഞാനൊന്ന് രണ്ട് വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കുന്നേ ഉള്ളൂ. വിവരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇൻഫർമേഷൻ ആയിട്ട് IPCയിൽ കൊടുക്കാൻ വേണ്ടി. ചേട്ടനല്ലേ കഴിഞ്ഞ പ്രാവശ്യം ജനറൽ കൺവെൻഷന് പന്തലിട്ടെ? അതെ. ഇത്തവണ ഇപ്പം ചെറിയൊരു വിഷയം അതിനകത്തുണ്ടായെന്നും ഫിനാൻഷ്യൽ കാര്യങ്ങൾ ബാക്കിയുണ്ടെന്നും കേട്ട്, സത്യമാണോ? അങ്ങനല്ല സത്യം. ആ, എന്നെ പറയൂ. കളിപ്പിച്ചു വിട്ടു എന്നുള്ളതാണ്. എങ്ങനെ? അത് അവര് പറഞ്ഞ പൈസക്ക് ഞാൻ എങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് ആയോ? പറയൂ. കാച്ചാനത്ത് വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, ആ അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കഴിഞ്ഞ പ്രാവശ്യം ഈ കൺവെൻഷന്റെ 3 മാസം മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ നമുക്ക് പന്തലിടണം, ഉം, പന്തൽ റേറ്റ് കുറച്ച് തരണം, നമുക്ക് 101ാമത്തെ കൺവെൻഷൻ 100ാമത്തെ കൺവെൻഷൻ എത്രയും വിപുലമായിട്ട് വേണ്ട. ഉം, ഉം, അതുകൊണ്ട് പിന്നെ 16,90,000 രൂപ എന്നുള്ളതിന് ഉം, 14 രൂപ ഞങ്ങൾക്ക് ബഡ്ജറ്റ് ഉള്ളൂ ഉം. എന്ന് അയാൾ എന്നോട് പറഞ്ഞു. ആ ഞാൻ പറഞ്ഞു 14 ബഡ്ജറ്റ് ഉള്ളെങ്കിൽ 14 പന്തലിട്, ഏരിയ ആ കുറയ്ക്കും. ആ അതില്ലേ ശരി? ആ അവർക്ക് ബഡ്ജറ്റ് ഇല്ലെന്ന് പറഞ്ഞു. ഞാനിപ്പോ ഏരിയ കുറയ്ക്കുകയും ഏരിയ കൂട്ടി നിർത്തിക്കൊണ്ട് ഞാൻ പൈസ കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. അപ്പം അയാൾ പറഞ്ഞു അത് മതി, ഏരിയ കുറച്ച് മതി. ആ ഞാൻ അളവ് എഴുതി കൊടുത്തു. ആ 14,90,000 രൂപ. ആ 14 ലക്ഷം തരത്തുള്ളൂ. ആ ഞാൻ പറഞ്ഞു 14 അതിന്റെ ഏരിയ കുറയും. ആ അപ്പൊ 100ാമത് കൺവെൻഷൻ ഇട്ടതേക്കാൾ പന്തല് കുറച്ചു. ഉം, പന്തല് കുറച്ചു. കൺവെൻഷൻ തുടങ്ങുന്നതിന് 3 ദിവസം മുമ്പ് വന്നു ഉം, KP കുര്യൻ എന്ന് പറഞ്ഞവൻ വന്നു. ഉം, അവൻ എന്നോടൊന്ന് പറഞ്ഞു, ഈ പന്തൽ ഇത് കുമ്പനാട് കൺവെൻഷനാ, ഉം, ഒരു കാര്യത്തിലും കുറവുണ്ടാവാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് ഇവിടെ അത്രയും പന്തല് വേണ്ട, ഉം, ഏരിയ കുറച്ച് മതി, അതിന്റെ അനുസരിച്ചുള്ള ഒട്ടേഷൻ ഞാൻ കൊടുത്തേക്കുന്നേ, ഉം, അതൊന്നും അറിയണ്ട. ഉം. ഇവിടെ ഇത് പിന്നെ ഒരു കുറവ് ഉണ്ടാക്കരുത്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് പുള്ളി എന്നെ കൊണ്ട് അഡീഷണൽ പന്തലിടിയിച്ചു. ആ പന്തലിടിയിച്ചിട്ട് ഈ കാച്ചാനത്ത് വർക്കിയും ഇവനോട് ചേർന്ന് ഈ ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ആ എഗ്രിമെന്റിനകത്ത് 11 ലക്ഷം രൂപ എന്ന് എഴുതി വെച്ചു. എന്നെ ചേട്ടൻ കൊണ്ട് കൊടുത്തത് 14,90 14 ഞാൻ കൊടുത്തത്. ആ നെഗോഷിയേറ്റ് ചെയ്ത് 14. ആ പക്ഷേ ഇവന്മാർ രണ്ടുകൂടെ കള്ളം. അപ്പൊ എന്റെ കൊട്ടേഷനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, എഗ്രിമെന്റ് എഴുതിയല്ലോ ആ 11 ലക്ഷം. ഞാനത് ശ്രദ്ധിച്ചില്ല. ആ 11 ലക്ഷം എന്ന് എഴുതി വെച്ചു. ആ അപ്പം ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ തിരക്കുന്നത് നമ്മളെ കൊണ്ട് ഒപ്പിച്ച നമ്മള് ഇനി പോകുന്നു. ആ ഈ അത് പോട്ടെ, ഒരു കാര്യം കൂടെ ഇടയ്ക്ക് ചോദിക്കട്ടെ. ഉം. ഈ 14 ലക്ഷത്തിന് ചേട്ടൻ, അല്ലെങ്കിൽ 14,90 ചേട്ടൻ പറഞ്ഞത് അവർ റൗണ്ട് ചെയ്ത് 14 ആക്കിയതിനകത്ത് അത് പറഞ്ഞ ആ ഏരിയ കഴിഞ്ഞ് പിന്നെയും കൂടുതൽ ഇട്ട് കൊടുത്തായിരുന്നോ കുര്യൻ ഇട്ടുകൊടുത്തു പറഞ്ഞത്? ഇട്ടുകൊടുത്തു. അത് അതിന്റെ അഡീഷണൽ വേറെ ഉണ്ട് അല്ലേ? അതാ പറഞ്ഞേക്ക്. അപ്പൊ അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് കുര്യൻ പറഞ്ഞു ഇവിടെ ഒന്നും കുറവുണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞ ബാറ്റാനത്ത് വർക്കി സാറ് പറഞ്ഞു അതൊന്നും വിഷയമില്ല. അപ്പൊ ഇവന്റെ മോനോട് വന്ന് പറഞ്ഞു, ഈ പുള്ളി പറഞ്ഞു ചെയ്തോ, പൈസ പുള്ളി തരുന്നു. ഞാൻ പറഞ്ഞു സാറേ അഡീഷണൽ ഞാൻ തരും. ആര്? കുര്യൻ പറഞ്ഞു. അങ്ങനെ ഈ സംഗതി നമ്മൾ ചെയ്തു. പൈസ വാങ്ങിക്കാൻ ചെന്നപ്പം ഞാൻ 16,90,000 17,90 അങ്ങോട്ട് കൊണ്ട് കൊടുത്തു. ബില്ല് അഡീഷണൽ ഉണ്ടല്ലോ. ഈ കാച്ചാനത്ത് വർക്കി എനിക്കിത് പറ്റത്തില്ലെന്ന് പറഞ്ഞോട്ട് മറ്റവനെ ഏൽപ്പിച്ചു. അവനും ഞാനൂടെ കാച്ചാനത്ത് വർക്കി ഞാനൂടെ എഗ്രിമെന്റ് സൈൻ ചെയ്തത്. പക്ഷെ ഫൈനൽ സെറ്റിൽമെന്റ് കുര്യനാ. അവിടെ ചെന്നിരുന്ന് അവൻ എന്നോട് പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് ഞാൻ 3 ലക്ഷം രൂപ അഡീഷണൽ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ തരാം. പക്ഷെ എഗ്രിമെന്റ് പ്രകാരമുള്ള ഈ 11 ലക്ഷം തരത്തുള്ളൂ. കള്ളം എഴുതി വെച്ചേക്ക് പറ്റുമോ? പക്ഷെ അതിന്റെ അടിയിൽ 11 എഴുതിയത് ഈ കാച്ചാനത്ത് വർക്കിയുടെ ഒരുത്തനുണ്ടായിരുന്നു, ജിബിൻ എന്ന് പറഞ്ഞൊരുത്തൻ. അവനെ കൊണ്ട് ചെയ്യിച്ചാ. അപ്പൊ നമ്മളെ അടിയിൽ എന്റെ ലെറ്റർ പേഡിനകത്ത് എന്റെ കൈവശത്തിൽ എഴുതിയ എന്റെ കൊട്ടേഷൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സാറേ അത് നോക്കണ്ട സാർ, ഈ ഇത് നോക്ക്, അതൊന്നും എനിക്കറിയത്തില്ല, നിങ്ങൾ സൈൻ ചെയ്തേക്ക്, നിങ്ങളുടെ സൈൻ ആണോ ഇത്? അതൊന്നും ഇതിനകത്ത് 11 ലക്ഷമാണ്. അപ്പം ഞാൻ മറ്റവനെ വിളിച്ചപ്പോ അവൻ പറഞ്ഞു നേരത്തെ ഉള്ള എന്തോ അതിന്റെ ആ നേരത്തെ കിടന്നങ്ങാണ്ട് ഉള്ള അതിന്റെ ഫിഗറാ
അത് ഞാൻ അറിഞ്ഞത്. മറ്റവനും കൈ അവൻ ഇവിടുന്ന് പോവുകയും ചെയ്തു. അപ്പൊ അവസാനം എന്തൊക്കെ 3 ലക്ഷം കുര്യൻ തരാൻ തയ്യാറാ, ഏത് അഡീഷന്റെ, പക്ഷെ മറ്റേ 11 തരത്തുള്ളൂ. അതായത് അതിനകത്ത് 3 ലക്ഷം കുറച്ചു. അതിനകത്ത് 3 ലക്ഷം കൊടുത്തിട്ട് ഇവൻ എങ്ങനെയായാലും 14 തരും. 3.90 കുറച്ചേക്കുന്നത്. ഈ നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് 90 അങ്ങ് പോയി. ബാക്കി 3 ലക്ഷം പറ്റിച്ചു. 3 ലക്ഷം പറ്റിച്ചത് അവൻ പറയുന്നത് അഡീഷണൽ ചെയ്തതിന്റെ 3 ലക്ഷം തരാം, ഈ 14 നിങ്ങൾ ഒപ്പിട്ടേക്കുന്ന എഗ്രിമെന്റ് തന്നേക്കുന്നത് 15 ലക്ഷമാണ്, അപ്പൊ 14 പറഞ്ഞു മനസ്സിലായി. അതല്ല, നിങ്ങൾക്ക് അഡീഷണൽ 14 ലക്ഷം നിങ്ങൾ തന്ന കൊട്ടേഷന്റെ അംഗീകരിക്കണമെങ്കിൽ മറ്റേ അഡീഷണൽ ഞാൻ തരത്തില്ല. എന്നിട്ട് ഇപ്പൊ തന്നിട്ടുണ്ടോ? തന്നില്ല. നിലവിലെ സ്ഥിതി എന്തുവാ? അവരെന്താ പറയുന്നത്? തരത്തില്ലെന്ന് തന്നെ പറഞ്ഞേക്കുക. നിലവിലെ സ്ഥിതി തരത്തില്ല. അപ്പൊ എന്നെ ഇപ്പൊ വിളിച്ചു, പത്തനാപുരത്തെ ജോൺസൺ എന്ന് പറഞ്ഞ അയാളൊരു സാത്വികനായ മനുഷ്യൻ, ജോൺസൺ സാർ അഡ്വക്കേറ്റ്. അപ്പൊ അയാൾ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹിതന്മാരാന്ന് അറിഞ്ഞുകൊണ്ട് അയാളെയും കൂടി ഈ പ്രാവശ്യം പന്തൽ കമ്മിറ്റിക്കകത്ത് പിടിച്ചിട്ട്, കഴിഞ്ഞ പ്രാവശ്യം പുള്ളി കമ്മിറ്റിക്കകത്തുള്ള, എന്നിട്ട് പുള്ളിയെ വഴി എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പം പലയിടത്തും ഇവന്മാർ അന്വേഷിച്ചു പന്തല്, ഇവന്മാര് പലയിടത്തും പന്തൽ അന്വേഷിച്ചപ്പം എനിക്ക് 12 രൂപ സ്ക്വയർ ഫീറ്റ് തന്നെടുത്ത് 18 രൂപ 20 രൂപ ചോദിക്കുന്നത്. ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ഈ വിവരങ്ങൾ കൃത്യമായിട്ടൊന്ന് IPCയുടെ ഗ്രൂപ്പുകളിൽ എഴുതുന്നു, പബ്ലിക്കിൽ വിടുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. അല്ല, ഞാൻ ഇപ്രാവശ്യം പറഞ്ഞല്ലോ, കാച്ചാരത്ത് വർക്ക് എന്നെ വിളിച്ചു. അജയൻ എവിടെ മനസ്സിലായോ? ഞാൻ പറഞ്ഞു മനസ്സിലായി സാറേ. പിന്നെ നമുക്ക് 12 ഇട്ട് തന്നുകൂടായോ? അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എന്റെ പണി എന്തുവാ? പന്തലിടുക. എന്റെ പണി പന്തലിടില്ല. അത് സാറ് വിളിച്ചാലും വേറെ ആൾ വിളിച്ചാലും എന്റെ വിളിച്ചാലും എനിക്ക് കാശ് കിട്ടേ ചെയ്യും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സാർ തരാനുള്ള 3 ലക്ഷം രൂപ സാറും ഞാനും തമ്മിൽ ഡീൽ ചെയ്തു. സാർ എന്നിട്ട് വേറൊരാളെ മെച്ചപ്പെടുത്തിട്ട് കൊടുത്തു. സാർ കൈ കഴുകി ആ 3 ലക്ഷം രൂപയും ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും 3 രൂപ സ്ക്വയർ ഫീറ്റിനും കൂട്ടിത്തരാമെങ്കിൽ ചെയ്യാം. ഞാൻ അവരോടൊന്ന് ആലോചിക്കട്ടെ. ആരോട്? ഈ കുര്യനോടൊന്ന് ആലോചിക്കട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ജോൺ സാർ വിളിച്ചു പറഞ്ഞു, അജയൻ നമുക്കതൊന്നും ചെയ്യണമല്ലോ, എങ്ങനെ? ഞാൻ ചെയ്യാം സാറേ. ഇതേ ഉള്ള എഗ്രിമെന്റ്, നമ്മുടെ 3 ലക്ഷം രൂപ തരാനുള്ളതും ഈ പ്രാവശ്യത്തെ റേറ്റ്. അപ്പൊ എന്നോട് പറഞ്ഞു, അപ്പം പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം കണക്കങ്ങ് എല്ലാം സെറ്റിലായി പോയി, പാസ്സായി പോയതാ. ഇനി അതിനകത്തത് മുൻ പന്തലിന്റെ കുടിശ്ശികയും അല്ലെങ്കിൽ ബാലൻസ് ഒന്നും നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഒരു കാര്യം പറഞ്ഞ ഈ പ്രാവശ്യം റേറ്റ് കൂട്ടിത്തരാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ഞാൻ എന്റെ 2 ദിവസം ഞാൻ ഇവിടെ ഇല്ല, തമിഴ്നാട്ടിലാ. അത് കഴിഞ്ഞ് എന്റെ ഭാര്യയുടെ കുഞ്ഞമ്മയുടെ മോന്റെ കല്യാണത്തിന് പൂനെയിൽ പോവാ 10 ദിവസത്തേക്ക്. എന്നുവെച്ചാൽ ഈ മാർക്കറ്റ് ടൈറ്റ് ആക്കാൻ വേണ്ടി, മാർക്കറ്റേ ചുമ്മാ കള്ളം പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, മാർക്കറ്റ് ടൈറ്റ് ആക്കാൻ വേണ്ടി. കാരണം പോകെ പന്തലുകാർ വരത്തില്ല. ഈ ജനുവരി ചേട്ടൻ എന്തായാലും ഇവിടെ ഇടാനുള്ള സാധ്യത കുറവാ. ഇടാനില്ലെന്ന് പറഞ്ഞ മാത്രമല്ല, ഞാൻ ജോൺസൺ സാറിനോട് പറഞ്ഞത് കുയപ്പിക്കുര്യന്റെ തന്തയെ വിളിച്ച് ഇടാനാ പറഞ്ഞത്. അവന്റെ തന്ത കുഴി കിടപ്പുണ്ട് വിളിച്ചിടാനാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത്. ഇപ്പം അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവർ ആ എറണാകുളംകാരോട് വേറെ ആരെ കൊണ്ട് വിളിപ്പിച്ചു. അവരതിനാ വിളിച്ച് തെറി പറഞ്ഞത്. അച്ഛന്റെ കാര്യമൊക്കെ അവരറിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ IPCയിൽ നിങ്ങളുടെ സഭാവിശ്വാസികൾക്ക് ഉള്ളതിന്റെ അതിനേക്കാൾ കൂട്ടായ്മ നിങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ പടലപ്പടക്കമോ? ഞങ്ങളുടെ അതിനകത്ത് ആ പടലപ്പടക്കമില്ല. ഞങ്ങളുടെ ഈ പന്തലുകാരോട്, ഞാൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാ പന്തൽ അസോസിയേഷനിൽ. ഞാൻ ഒരുത്തരും ഭയക്കുന്നത്, ഞാൻ CPM-കാരനും കൂടാ. ഞാൻ ഒരുത്തരും ഭയക്കുന്നവനല്ല. കാരണം എനിക്ക് ആ സംവിധാനമുണ്ട്. ഞാനും ഇതിനേക്കാളും വലിയൊരു പ്രബല സമുദായത്തിൽ നിന്ന് വരുന്ന ആളാണ്. അതുകൊണ്ട് ഇവന്മാരുടെ ഞാൻ കൂട്ടി. ഇങ്ങനെ ഒരു ബിസിനസ് ഇത്രയും കാര്യം കൊണ്ടു നടക്കണേ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടായിട്ടല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനും കേരളത്തിലെ പ്രബല സമുദായം, ഈഴവ സമുദായത്തിൽ വെള്ളാപ്പള്ളി എന്റെ സ്വന്തം വലം കൈ, ഞാൻ അദ്ദേഹത്തിന്റെ അതോടൊപ്പം തന്നെ കേരളം ഭരിക്കുന്ന CPM-ന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാ. പന്തൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും സ്റ്റേറ്റ് കമ്മിറ്റി അംഗവുമാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചാൽ ഇതൊക്കെ ഒന്ന് വേണമെങ്കിൽ ഞാൻ അതിനകത്ത് ഇടപെടാൻ പോയില്ല കേട്ടോ. അവിടെ ആരും വരരുതെന്നും ഞാൻ പറയാൻ പോയില്ല. അത് ശരിയല്ല. അത് എന്റെ അന്തസ്സിനും എന്റെ വിശ്വാസത്തിനും ചേർന്നതല്ല. നിങ്ങളൊക്കെ പറയുന്ന ദൈവം എന്ന് പറയുന്ന അങ്ങൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അത് ചോദിച്ചോട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം എന്ന് പറയുന്നതും സത്യം എന്ന് പറയുന്ന സംഗതിയും ഈ പറയുന്ന ബൈബിളും വചനവും ഒക്കെ അതിനൊക്കെ എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ, അതിനകത്ത് എന്തെങ്കിലും നേരും നെറിയുണ്ടെങ്കിൽ അവരതിനകത്ത് ചോദിച്ചോട്ടെ. ഞാനിപ്പോ ഇത് ചോദിക്കാൻ പോകുന്നില്ല. കാരണം
ഞാനത് IPC കളഞ്ഞിട്ട് പോകുന്ന ആളാ. തന്നെയല്ല, എന്നെ ദരിദ്രനാക്കിയ ഒരു സഭയായി IPC. അതിനു മുമ്പ് കാച്ചാരത്ത് വർഗീയ ഒന്നതിന് മുമ്പ് സണ്ണി മുളമൂട്ടിലായിരുന്നു അതിന്റെ ട്രഷറർ. അപ്പൊ കോവിഡ് കഴിഞ്ഞ് ഇയാൾ എന്നെ കൊണ്ട് ഇത് പന്തലിടിയിച്ചിട്ട് എന്റെ പൈസ എനിക്ക് 13 ലക്ഷം രൂപ 1.5 കൊല്ലം. അത് സജിപ്പോൾ സാറൊക്കെ അറിയാം. ഞാൻ പിന്നെ അവസാനം ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ആത്മഹത്യ ചെയ്തല്ലേ, ഞാൻ ആത്മഹത്യ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ആ പൈസ ഉപ്പും തവിടുമായിട്ട് ആ പൈസ തന്നെടുത്തത്. അപ്പൊ അത് അവസാനം അന്നേരം ഈ ചണ്ണിമുളമൂട്ടില് ട്രഷറർ സ്ഥാനത്ത് നിന്ന് മാറുകയും ഇവന്മാരൊക്കെ പുതിയ ഈ KP കുര്യനും കള്ളന്മാരാണോ ഇവന്മാരെന്ന് പറഞ്ഞ കൊള്ള സംഘം, തെമ്മാടിക്കൂട്ടം അല്ലയോ, തെമ്മാടിക്കൂട്ടം അവിടെ ഭരിക്കുന്നത്. ഈ ദൈവവിശ്വാസികളായ കുറെ മനുഷ്യര്, സാത്വികരായ മനുഷ്യര് ആ ഭൂമിയിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. അതുങ്ങള് വിചാരിക്കരുത് ഞാൻ ഈ കാര്യങ്ങളൊന്ന് പബ്ലിക്കിൽ, അതായത് പബ്ലിക്കിനോ നിങ്ങൾ എന്തോ ചെയ്തോ എന്നെ ഒന്നും ബാധിക്കത്തില്ല. എന്നെ ഇവരൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ അവർക്ക് കേസിലൊക്കെ പറഞ്ഞു എന്നെ ഒരു കോപ്പുവാനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ എന്ന് പറഞ്ഞിട്ട് ആ പാർട്ടിയുടെ സാധനം ഉപയോഗിച്ച് അനാശാസം ചെയ്യാൻ ഞാൻ അവിടെ. എന്നിട്ട് ഇവന്മാർ ഈ പന്തലുകാരോട് പറഞ്ഞു കേട്ടോ, പുതിയ വേറെ പന്തലുകാരോട് ചെന്ന് ബന്ധപ്പെട്ട് എന്നെ എറണാകുളത്തെ മണിപ്പന്തൽ എന്ന് പറഞ്ഞു, മണീസ് എന്ന് പറഞ്ഞു അവരെ വിളിച്ചു. അവരെ വിളിച്ച് പന്തലിട്ട് കയറണത് പോയെന്ന് ചോദിച്ചു. പറഞ്ഞു അയാള് കിട്ടിയത് മാറ്റോണ്ട് പോയെന്ന്, മിണ്ടാതെ പോയെന്ന്. ഞാൻ പറഞ്ഞു മിണ്ടാതെ പോയത് എന്തുകൊണ്ടാണ്? ആരായാലും തെറി വിളിച്ചുവല്ലോ. കാരണം അവിടെ ചെന്ന് നീ ചെയ്യണം അങ്ങനോ ഇങ്ങനെ അവന്റെ ഗുണ്ടായുസം, ആരുടെ ഈ KP കുര്യന്റെ ഗുണ്ടായുസം ഒന്നും അവനേക്കാളും ഗുണ്ടകളാ ഞങ്ങള് വിചാരിച്ച അതിനേക്കാളും വലിയ പണി കൊടുക്കും. പിന്നെ നമ്മളവിടെ വന്ന് ഇത്രയും നാള് 7 കൊല്ലം അവിടെ പന്തലിട്ടിട്ട് ഇവരെ അല്ലല്ലോ, ഇവരങ്ങ് മാറും. പക്ഷെ കുറെ സഭാവിശ്വാസികൾ, സാത്വികരായ കുറെ നന്മയുള്ള മനുഷ്യരുണ്ട്. ഞാൻ പറഞ്ഞു ഈ ഫുൾ കൈ വെള്ള ഉടുപ്പ് ഇട്ട് ഒരു ബൈബിളും കൈവച്ചുകൊണ്ട് അയാളെ വരവ് കണ്ടാൽ നമ്മൾ ഓർക്കും ലോകത്ത് അയാളെ പോലെ ഒരു നന്മയും നേരും ഈ KP കുര്യൻ എന്ന് പറഞ്ഞവനെ അവനല്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെമ്മാടി അവനെയൊക്കെ യഥാർത്ഥത്തിൽ നമ്മള് പിന്നെ എന്തിനാ ഇത് തന്നെ വിഷയം. ഞാൻ ആ സഭയിൽ പെട്ടവരായിരുന്നെങ്കിൽ അവന്റെ കൂത്തിനെ പിടിച്ചേനെ. പക്ഷെ എനിക്കത് പറ്റത്തില്ല. ഞാൻ പിടിച്ച പിന്നെ അത് കമ്മ്യൂണൽ ഇഷ്യൂ ആവും. അത് പിന്നെ വേറെ വിഷയം ആയതുകൊണ്ടാണ്. അല്ലെ അവന്റെ സഭയ്ക്കകത്തുള്ളവർ അതൊന്നും ചെയ്യത്തില്ല. നമുക്കൊന്നും അങ്ങനെ ആ രീതിയിൽ പ്രതികരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒറ്റ കാര്യമുള്ളത്, ഇങ്ങനെ ഈ രീതിയിൽ എന്താ പറയുന്നത്, നമുക്ക് ഇവരുടെ കൊള്ളരുതായ്മകൾക്കെതിരെ വാക്കാൽ പ്രതികരിക്കാം, അല്ലെങ്കിൽ നിയമപരമായി പോവാന്നുള്ളതല്ലാതെ ഒരു കാര്യം ഓർത്തു, കാലം കണക്ക് തീർക്കാത്ത ഒരു കാര്യവും ഈ ഭൂമിയിൽ കടന്നു പോയിട്ടില്ല. കാലം കണക്ക് തീർക്കാത്ത ഒരു കാര്യം. KP കുര്യൻ എന്നല്ല, സദ്ദാം ഹുസൈൻ കിടന്ന് നിക്കർ കീറിയിട്ടാ പോയത്. അങ്ങനെ എത്രയോ മനുഷ്യര്. അപ്പൊ അതുകൊണ്ട് ഈ കാണുന്നത് ഇപ്പം ഈ കുറച്ച് കാലത്തേക്ക് ചിലപ്പോൾ അയാൾക്ക് അവിടെ രാജാവായിട്ട് വാഴാൻ പറ്റിയെന്നിരിക്കും. പിന്നീട് ഈ വിശ്വാസികള് ഗതികെട്ട് എരച്ച് പണ്ട് ശ്രീലങ്കയുടെ പാർലമെന്റിലോട്ട് ആൾക്കാരെ എരച്ച് കയറിയതുപോലെ എരച്ച് കയറുമ്പോ പിന്നെ ഇവർക്ക് ഇവന് പിടിച്ച കിട്ടത്തില്ല. ഇവന്റെ മോനെ എത്ര തടുക്കും? കാര്യങ്ങളൊക്കെ അറിയാം ഏകദേശം. എനിക്കറിയാവുന്നതിന്റെ കൂട്ടം അവിടെ ആർക്കും അറിയത്തില്ല. ഞാൻ 8 വർഷം പന്ത്രണ്ട് ആളല്ലയോ. എത്ര പ്രാവശ്യം? 8 വർഷം, 8 കൺവെൻഷൻ പന്ത്രണ്ടവനെ ഞാൻ. സജി പോൾ സാർ ഇരുന്നപ്പോ പോലും സജി പോൾ സാർ ഞാൻ 2 തവണ. പിന്നെ ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു കണക്കും കാര്യങ്ങളൊക്കെ? അത് പരിപാടി കഴിയുമ്പോ 1.5 കാശ് തന്നെ കൈ തരും സജി പോൾ സാറ്. സാർ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് വിളിച്ചു പറയാം, അജയ കണക്ക് കൊണ്ട് സെറ്റ് ചെയ്ത് പൈസ വാങ്ങിച്ചിട്ട് പോകാൻ പറയും. സജി പോൾ സാർ പൈസയുടെ കാര്യത്തിൽ എന്നെ സ്വന്തം അനിയനെ പോലെ കാണുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അതിനകത്ത് വേറെ സൗണ്ടുണ്ട്. ഈ സണ്ണി മുളമൂട്ടില് സജി പോൾ സാറിനെ തോപ്പിച്ച ആളാ. അല്ല, അവിടെ ഈ മത്സരിച്ച് തോൽപ്പിച്ചതാ. അപ്പൊ അന്നേരം ഈ സജി പോൾ സാറ് ചെന്ന് സണ്ണി മുളമൂട്ടിനോട് പറഞ്ഞു, അച്ചായ ഈ അജയൻ എന്ന് പറഞ്ഞ ഒരാള് പാവപ്പെട്ടവനാ, അയാൾക്ക് കൊടുക്കണേ പന്തല്. ഏത് ഒരാൾ തമ്മിൽ ചേരിയാണെങ്കിലും അങ്ങനെ എന്നോട് പറഞ്ഞു. അതിന്റെ അനുസരിച്ച് പുള്ളി എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ തോപ്പിച്ചൊരു മനുഷ്യൻ എന്നോടൊരു കാര്യം പറയാം. അയാള് പിന്നെ സഭാപരമായിട്ട് ഞങ്ങൾ എതിർ ചെയ്തിട്ടില്ലാന്നെങ്കിലും അയാള് സാത്വികനാ. അയാള് ആരുടെയും പൈസ ഒന്നും വാങ്ങിക്കുന്നതല്ല. അയാളൊരു കാര്യം പറഞ്ഞ് കേട്ടു. അതുകൊണ്ട് അജയനെ റെക്കമെൻഡ് ചെയ്തു. ആ വാക്കുകൊണ്ട് ഞാൻ അജയന് പന്തൽ ചെയ്തു എന്നോട് പറഞ്ഞു. ഈ സണ്ണിമുളമൂട്ടിൽ ആ മനുഷ്യൻ അവസാനം വരെ ഞങ്ങൾ തമ്മിൽ കൂട്ടായിരുന്നു. ഈ പുള്ളി മാർദ്ദനം വരെ സണ്ണിമുളമൂട്ടില്.
അപ്പൊ ഇതാണ് ഇപ്പൊ നിലവിലുള്ള കാര്യം. അതുകൊണ്ട് YPG കൺവെൻഷൻ നടക്കണം. അത് നമുക്ക് ഞാൻ തടയാനൊന്നും പോകുന്നില്ല. തടയാൻ മീൻസ് ഞാൻ ആരെങ്കിലും വേണമെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഇട്ടാൽ, ഞാൻ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്താൽ എന്റെ പിന്നിൽ നൂറുകണക്കിന് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ അണിചേരാൻ എനിക്കും എന്റെ കൂടെ ഉണ്ടെന്നുള്ള ധാരണ അവനറിയത്തില്ലെങ്കിലും ചിലർക്കൊക്കെ, ജോൺസൺ സാറിനൊക്കെ അറിയാം. അപ്പൊ അത് അവര് കാലം തെളിയിക്കട്ടെ. ഞാനിനി ഒന്നും അവന് പറയുന്നില്ല. ഓക്കെ, ഞാനിനി അവിടെ കൊണ്ട് പന്ത്രണ്ടായിരം വരുന്നില്ല. നമുക്ക് നമ്മുടെ അവസരങ്ങൾ ഇങ്ങനെ, നമ്മുടെ പ്രവൃത്തി നമ്മുടെ വഴിയും നല്ലതാണെങ്കിൽ നമുക്ക് എന്നും വഴി തുറന്നുകൊണ്ടേയിരിക്കും. അതിന് സംശയമില്ല. അത് അല്ലാതെ ഈ പൊതുസമൂഹത്തെ കാണിക്കാൻ വലിയ വെള്ളയിട്ട് പുൽക്കൈ ഉടുപ്പ് ഇട്ട് ഒരു വേദപുസ്തകം എടുത്ത് കൈ വെച്ച് 4 താളം അടിച്ചാലൊന്നും ദൈവവേലയാവത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്രേ ഉള്ളൂ. ശരി. ശരി, ഓക്കെ.